الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أولم يروا أنا نسوق الماء إلى الأرض الجرز فنخرج به زرعا تأكل منه أنعامهم وأنفسهم أفلا يبصرون صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ച് നിയോഗിച്ചത് എന്ന് നാം പരിശോധിച്ചാൽ പരിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് വ്യക്തമായ ചില ലക്ഷ്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഭൂമിയിലേക്ക് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ഉദ്ദേശം പ്രധാനമായും 3 ആവശ്യങ്ങളാണ്, 3 കാര്യങ്ങളാണ് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമതായി പ്രധാനമായും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുക, അവനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക, അവൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കുക, അവൻ്റെ അനുസരണശാലികളായ ദാസന്മാരായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കുക, അവൻ്റെ പ്രീതിയും പൊരുത്തവും നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് ഇബാദത്ത് എന്ന് പറയുന്നത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചത്. നാം ഏതൊരു പ്രവൃത്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച രീതിയിൽ അവൻ്റെ തൃപ്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്താൽ അത് ഇബാദത്താണ്. അതിന് അല്ലാഹുവിൻ്റെ പുണ്യം നമുക്ക് ലഭിക്കും. ഏതൊരു പ്രവൃത്തി അത് അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ അല്ലയോ, അത് മുഖേന ഒരു പക്ഷേ അല്ലാഹുവിൻ്റെ പ്രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും അത് പുണ്യകരമാവുകയില്ല, ഇബാദത്താവുകയില്ല, അല്ലാഹുവിൻ്റെ പ്രതിഫലവും ലഭിക്കുകയില്ല. അപ്പോൾ ഏത് പ്രവൃത്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഇബാദത്തായി തീരണമെന്നുണ്ട് എങ്കിൽ അത് അല്ലാഹു കൽപ്പിച്ച പ്രവൃത്തിയും അവൻ കൽപ്പിച്ച രൂപത്തിൽ നിർവഹിക്കപ്പെടുന്ന പ്രവൃത്തിയും ആയിരിക്കണം. അതോടൊപ്പം അതിൻ്റെ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും പ്രതിഫലവും നേടിയെടുക്കുക എന്നുള്ളതും ആയിരിക്കണം. ഇതിനു വേണ്ടിയാണ് മനുഷ്യനെ മൗലികമായി ഭൂമിയിലേക്ക് സൃഷ്ടിച്ചയച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ മനുഷ്യൻ ഈ ഭൂമിയിൽ അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ കർമ്മങ്ങൾക്കെല്ലാം അല്ലാഹുവിൻ്റെ പുണ്യം ലഭിക്കും, അവൻ്റെ പ്രതിഫലം ലഭിക്കും. അത് ഇബാദത്തായി പരിഗണിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ സുപ്രധാനമായി
മനുഷ്യ ജീവിതത്തിൽ അവനോട് ചുമതലപ്പെടുത്തിയ മുഖ്യമായ ഒരു ചുമതലയാണ്, കർത്തവ്യമാണ് ഖിലാഫത്തുല്ലാഹി അലൽ അർള് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ ജീവിക്കുക. അത് ആ ഇബാദത്തിൻ്റെ തന്നെ ഒരു താല്പര്യമാണ്, അതിലെ മുഖ്യമായ ഒരു ഘടകവുമാണ്. മനുഷ്യ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തിനോട് പറയുന്നത്, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ എൻ്റെ ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണ്. ഭൂമിയിൽ ഒരു പുതിയ വർഗത്തെ ഞാൻ സൃഷ്ടിക്കുകയാണ്. ആ വർഗം എൻ്റെ ഖലീഫയായിരിക്കും, എൻ്റെ പ്രതിനിധികളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ദാസന്മാരും അവൻ്റെ സാക്ഷികളുമായിക്കൊണ്ട് ജീവിക്കുന്ന വിഭാഗം, ഇതാണ് ഖിലാഫത്ത് ഉള്ള അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രവൃത്തികളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ സാക്ഷിയായി, അവൻ്റെ ഖലീഫയായി ജീവിക്കുന്നു. മനുഷ്യ സമൂഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് നിർദ്ദേശിച്ച ബാധ്യതകൾ നിറവേറ്റി അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ മനുഷ്യ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുത്ത് അവരിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിയമങ്ങളുമൊക്കെ പൂർണ്ണമായി പ്രയോഗവൽക്കരിക്കുമ്പോൾ ആ സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ ഖലീഫയായിക്കൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ലക്ഷ്യവും മനുഷ്യനെ ഏൽപ്പിച്ചതായി, അല്ലെങ്കിൽ അവൻ്റെ സൃഷ്ടിയുടെ പിന്നിലുള്ള ഉദ്ദേശ്യമായി അള്ളാഹു പ്രഖ്യാപിച്ചതായി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. നിങ്ങളെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രതിനിധികളാക്കി, ഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർള്, ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഖലീഫമാരാക്കിക്കൊണ്ട് നിങ്ങളെ നിശ്ചയിച്ചതും അവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ സ്വന്തം ജീവിതത്തിലും സ്വന്തം സമൂഹത്തിലും നടപ്പാക്കി അവൻ്റെ ഇഷ്ടവും അവൻ്റെ ഉദ്ദേശവും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആവേണ്ടതുണ്ടോ അതേ രൂപത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോൾ മനുഷ്യൻ നിർവഹിക്കുന്നത് തൻ്റെ ഈ പ്രാതിനിധ്യം എന്ന് പറയുന്ന ചുമതലയാണ്. ഇത് അവൻ്റെ ഇബാദത്ത്, അള്ളാഹുവിൻ്റെ ഇബാദത്തിന് വേണ്ടി അവനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ മുഖ്യമായ ഒരു ഘടകവും ഒരു ഭാഗവും ആണ്. അതേപോലെ തന്നെ മൂന്നാമതായി മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. അതും ആ ഇബാദത്തിൻ്റെ തന്നെ മുഖ്യമായ മറ്റൊരു ഭാഗമാണ്, മറ്റൊരു ഘടകമാണ്. അത് ഇമാറത്തുൽ അർള്, ഭൂമിയെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് കൽപ്പിച്ചതുപോലെ നിർമ്മിക്കുകയും അത് അവൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ രീതിയിൽ അതിനെ സംവിധാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതും മനുഷ്യന്റെ ഒരു ചുമതലയാണ്. ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവാസത്തിന് വേണ്ടി തെരഞ്ഞെടുത്തതാണ്. അതിന് പറ്റുന്ന ഘടനയിലാണ് ഈ ഭൂമിയെ അവൻ സൃഷ്ടിച്ചിട്ടുള്ളതും മനുഷ്യ ജീവിതത്തെ അതിനനുസൃതമായിട്ടാണ് അവൻ സംവിധാനിച്ചിട്ടുള്ളതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ തലമുറകളായിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു വരുന്നു. ഇനിയും പല തലമുറകൾക്കും ഇവിടെ ജീവിക്കേണ്ടതുണ്ട്. ഈ ഓരോ തലമുറക്കും കഴിഞ്ഞു പോകുവാനും അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും കൂടുതൽ ഉത്തമമായ രീതിയിൽ അവരുടെ ജീവിതത്തെ സംവിധാനിക്കാനും പറ്റുന്ന ഒരു പ്രകൃതിയോടും ഒരു രൂപത്തോടും കൂടിയാണ് ഈ ഭൂമിയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭൂമിയെ പ്രയോജനപ്പെടുത്തി അത് മനുഷ്യജീവിതത്തിന് ഉതകുന്ന രീതിയിൽ, ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ മാറ്റിത്തീർക്കുക, പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് മനുഷ്യന്റെ ചുമതലയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏൽപ്പിച്ച ഒരു ബാധ്യതയുമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം എന്ന രൂപത്തിലും മനുഷ്യ ജീവിതത്തിന് അനിവാര്യമായ ഒരു കാര്യം എന്ന അടിസ്ഥാനത്തിലും
ഓരോ വിഭാഗവും അത് തനിക്കും തന്റെ കുടുംബത്തിനും മനുഷ്യ സമൂഹത്തിന്റെ ക്ഷേമത്തിനും ആവശ്യമായ ഒരു പ്രവൃത്തിയാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന ഉദ്ദേശത്തിലും അത് നിർവഹിക്കുമ്പോൾ അതൊരു ഇബാദത്തായി തീരുകയും അള്ളാഹുവിങ്കിൽ പുണ്യം കിട്ടുന്ന ഒരു കർമ്മമായിട്ട് മാറുകയും ചെയ്യുന്നു. നാം നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ സമുദായത്തിന്റെ, നമ്മുടെ സമൂഹത്തിന്റെ, നമ്മുടെ നാട്ടിന്റെ പുരോഗതിക്കും അഭിവൃദ്ധിക്കും അതിന്റെ വളർച്ചക്കും അതുപോലെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിന്റെ നിലനിൽപ്പിനും വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് നിർദ്ദേശിച്ച, എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നോട് കൽപ്പിച്ച ആ ഒരു ഉദ്ദേശത്തോടുകൂടി ഞാനിത് നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ പുണ്യം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമാണ് എന്ന നിയ്യത്തിൽ ഈ സംഗതി ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒരു ഇബാദത്തായിട്ട് സ്വീകരിച്ച് അതിന്റെ പ്രതിഫലവും നമുക്ക് ലഭിക്കുന്നു. അതിന്റെ ഭൗതികമായ നേട്ടങ്ങൾ എന്തൊക്കെയാണോ ഉണ്ടാകുന്നത് ആ ഭൗതികമായ നേട്ടങ്ങളും നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കുന്നു. ഹുവല്ലദി അൻശഅകും ഫിൽ അർളി വസ്തഅമറകും ഫീഹാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് നിങ്ങളെ അവൻ സൃഷ്ടിച്ചു. ആ ഭൂമി, മണ്ണിൽ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം. ആ ഭൂമിയുടെ മേൽ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കി അവന്റെ ജീവിതത്തെ അവിടെ പടുത്ത് ഉയർത്താൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചു. അപ്പോൾ ഇമാറത്തുൽ അർള് എന്ന് പറയുന്ന ഭൂമിയെ തന്റെ ആവശ്യത്തിന് പ്രയോജനപ്പെടുത്തുകയും അതിനെ കൂടുതൽ കൂടുതൽ മനുഷ്യവാസത്തിന് പറ്റുന്ന രീതിയിലേക്ക് പരിവർത്തിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ദൗത്യവും അവന്റെ ചുമതലയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ട്, വഖദ്ദറ ഫീഹാ അഖ്വാതഹാ ഫീ അർബഅതി അയ്യാമിൻ സവാഅൻ ലിസായിലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ ഘട്ടങ്ങളായിട്ടാണ് ഈ ഭൂമിയെ പടച്ചത്. പല കാലഘട്ടങ്ങളും, ആ കാലഘട്ടങ്ങൾ ഓരോന്നും എത്രയെത്ര ആയിരം വർഷങ്ങൾ എടുക്കും എടുത്തു എന്നുള്ളത് ഇനിയും പൂർണ്ണമായി മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള 4 കാലഘട്ടങ്ങളിലായിക്കൊണ്ടാണ് ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വഖദ്ദറ ഫീഹാ അഖ്വാതഹാ മാത്രമല്ല, അതിൽ മനുഷ്യന് ആവശ്യമായ രീതിയിലുള്ള എല്ലാ വിഭവങ്ങളെയും അല്ലാഹു നിക്ഷേപിക്കുകയും ചെയ്തു. സവാഅൻ ലിസ്സായിലീൻ, അത് ആവശ്യക്കാരായ ആളുകൾക്കെല്ലാം പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രൂപത്തിൽ. അപ്പോൾ ഈ ഭൂമിയിൽ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങളെല്ലാം സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. ഈ വിഭവങ്ങൾ ഇന്ന ആളുകൾക്കേ കൊടുക്കൂ, ഇന്ന ആളുകൾക്ക് കൊടുക്കുകയില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടില്ല. അത് മനുഷ്യന് വേണ്ടി നിക്ഷേപിച്ചതാണ്, മനുഷ്യ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ സംവിധാനിച്ചതാണ്. അത് ആരാണോ തേടിപ്പിടിക്കുന്നത്, ആരാണോ അതിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നത്, അത് അവർക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ അത് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്നവരും നിരീശ്വരവാദികളും നിർമ്മതവാദികളുമൊക്കെ ആയ ആളുകളും സമുദായങ്ങളും രാഷ്ട്രങ്ങളുമൊക്കെ ആയിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ആ രംഗത്തൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഭക്തന്മാരും നമസ്കാരവും നോമ്പുമൊക്കെ ആയിട്ട് നടക്കുന്നവരുമായ ആളുകൾ, അവർക്ക് അതിൽ നിന്ന് കുറഞ്ഞ വിഹിതം മാത്രമേ ലഭിക്കുന്നുണ്ടായിരിക്കുകയുള്ളൂ. കാരണം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളുടെ സലാഹിയത്തും അതുപോലെ തന്നെ അവരുടെ തഖ്വായും അവരുടെ മതഭക്തിയും നോക്കി നിശ്ചയിച്ചു കൊടുത്തതല്ല. ഭൂമിയിൽ മനുഷ്യന് ആവശ്യമായ രീതിയിലുള്ള അവന്റെ വിഭവങ്ങളെല്ലാം തന്നെ ഇവിടെ സംവിധാനിച്ചു വെച്ചതാണ്. അവന്റെ ആഹാര പദാർത്ഥങ്ങളുണ്ട്, അവൻ ആവശ്യമാകുന്ന തരത്തിലുള്ള ലോഹങ്ങളുടേതായ ഒരു ലോകം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അവൻ ആവശ്യമായ രീതിയിലുള്ള ഊർജത്തിന്റെയും അതുപോലെ പെട്രോൾ പോലെയുള്ള ഉൽപ്പന്നങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ അവന്റെ ഭക്ഷണ പദാർത്ഥങ്ങളായിട്ട് അവൻ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഉണ്ടായിരിക്കും, കാലികൾ ഉണ്ടായിരിക്കും. സമുദ്രത്തിൽ അവന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ച മത്സ്യങ്ങളായിരിക്കും. ഇങ്ങനെ നിരവധി വഖദ്ദറ ഫീഹാ അഖ്വാതഹാ, അവന്റെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഏർപ്പാട് ചെയ്തു വെച്ചിരിക്കുന്നു. സവാഅൻ ലിസ്സായിലിൻ, ആരൊക്കെ അത് അന്വേഷിച്ച് തേടിപ്പിടിക്കുന്നു അവർക്കെല്ലാം തുല്യമായ രീതിയിൽ. അപ്പൊ അതിന് എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്,
അതിന് ഏതെല്ലാം രീതികൾ സ്വീകരിക്കേണ്ടതുണ്ട്, അതിന് ഏതെല്ലാം തരത്തിലുള്ള ശാസ്ത്രീയവും സാങ്കേതികവുമായ വിദ്യകൾ നേടിയെടുക്കേണ്ടതുണ്ട്, അത് ആരാണോ ചെയ്യുന്നത്, ആരാണോ അതിലേർപ്പെടുന്നത്, ആരാണോ ആ രൂപത്തിൽ ശ്രമങ്ങൾ നടത്തുന്നത്, അവർക്കത് കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ അള്ളാഹു അവനെ ഭയപ്പെടുന്ന ആളുകൾക്ക് മാത്രം റിസർവ് ചെയ്തുകൊണ്ട് അവനെ ധിക്കരിക്കുന്നവനോ അവനെ നിഷേധിക്കുന്നവരോ ആയ ആളുകൾക്ക് അവർക്ക് നൽകാതെ വെച്ചിട്ടുള്ള ഒന്നല്ല ദുനിയാവിലെ സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. അത് ആഖിറത്തിലെ സൗകര്യങ്ങളാണ്. ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിട്ടുള്ളതും കരുതി വെച്ചിട്ടുള്ളതുമായ വിഭവങ്ങൾ എല്ലാവർക്കും തുല്യമായ രീതിയിലുള്ളതല്ല. അത് അവന്റെ അടിയാറുകൾക്കും അവന്റെ ദാസന്മാർക്കും പ്രത്യേകമായി അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലഭിക്കുന്ന രൂപത്തിലാണ്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ഈ വിഭവങ്ങൾ അത് ശേഖരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ബാധ്യതയാണ്, പ്രത്യേകിച്ചും സത്യവിശ്വാസികളുടെ ചുമതലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വവും ചുമതലയും അതിൽ നിന്ന് ഒരിക്കലും തന്നെ പിറകോട്ട് പോവുക എന്നുള്ളത് ശരിയല്ല. അത്തരം രംഗങ്ങളിൽ ഒരിക്കലും സത്യവിശ്വാസികളുടെ സമൂഹം പിന്നാക്കം നിൽക്കുന്നതും ശരിയല്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എപ്പോഴും കൂടുതലായി അധ്വാന പരിശ്രമങ്ങൾ നടത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ കരുതി വെച്ചിട്ടുള്ള ഈ വിഭവങ്ങളെ പ്രയോജനപ്പെടുത്തുവാനുമൊക്കെ അതിന്റെ അനുയായികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രേരിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ അക്കല അഹദുൻ തആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരു മനുഷ്യൻ അവൻ തിന്നുന്ന ആഹാരത്തിൽ ഏറ്റവും ഉത്തമമായത് അവന്റെ കൈകൾ കൊണ്ട് അവൻ സമ്പാദിച്ചെടുത്ത ആഹാരമാണ്. വൈന്ന നബിയല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ജോലി എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും കൈകൊണ്ടും കായിക ശേഷി താല്പര്യപ്പെടുന്നതുമായ ജോലി എന്ന് പറയുന്നത്, അത് ഒരു താഴ്ന്ന ജോലിയോ അല്ലെങ്കിൽ ഒരു രണ്ടാം തരത്തിൽപ്പെട്ട പണിയോ ആണ് എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ശരിയല്ല. പല ആളുകൾക്കും അങ്ങനെയുണ്ട്. ജോലി ചെയ്യുന്നത് അതൊരു വൈറ്റ് കോളർ ജോലി ആയിരിക്കണം. ആ വൈറ്റ് കോളർ ജോലി അതിനാണ് യഥാർത്ഥത്തിൽ ഒരു ഗ്ലാമർ ഉള്ളതും അതുപോലെ തന്നെ അതാണ് ഒരു മുന്തിയ ജോലിയും. അതല്ലാതെ പാടത്തിറങ്ങി കൃഷി ചെയ്യുക, അതുപോലെ മറ്റു തരത്തിലുള്ള കായികമായ അധ്വാനങ്ങൾ താല്പര്യപ്പെടുന്ന ജോലികളിൽ ഏർപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു രണ്ടാംകിട ജോലിയാണ് എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പലരും വെച്ചു പുലർത്തുന്നത് നമുക്ക് കാണാം. ഈ തെറ്റിദ്ധാരണ തിരുത്തുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനായ ദാവൂദ് അലൈഹിസ്സലാം, ഈ ദാവൂദിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം ഒരു ഭരണാധികാരി കൂടിയായിരുന്നു എന്ന്. യാ ദാവൂദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർളി ഫഹ്കും ബൈനന്നാസ് ബിമാ അറാകല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്നെ ജനങ്ങളുടെ മേൽ തന്റെ പ്രതിനിധിയായിക്കൊണ്ട് നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിന്റെ വിധികളും തീരുമാനവും പ്രകാരമായിരിക്കണം ജനങ്ങളിൽ നീ വിധി നടത്തേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാമയോട് പറയുന്നു. അപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളുടെ ഒരു ഭരണാധികാരിയായിരുന്നു. ആ ഭരണാധികാരിയായ പ്രവാചകൻ സ്വന്തം കൈകൾ കൊണ്ടുള്ള അധ്വാനം കൊണ്ടാണ് ജീവിച്ചിരുന്നത് എന്നും അതിന് സമാനമായ ഒരു വിഭവം ഒരു മനുഷ്യന് വേറെ ലഭിക്കാനില്ല എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ലാ യഖുദ് അഹദുക്കും ഹബ്ലഹു, സ്വന്തം കയറെടുത്തുകൊണ്ട് വിറക് വെട്ടാൻ വേണ്ടി പോവുകയും ഫയതി ബിഹുസ്മത്തിൻ മിനൽ ഹതബ്, ഒരു കെട്ട് ഒരു കെട്ട് വിറകുമായി കൊണ്ട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്താൽ അലാ ലഹരിഹി, സ്വന്തം മുതുകിൽ ചുവന്നുകൊണ്ട് ഫയബിഅഹ, അങ്ങനെ അത് വിറ്റ് ഫയകുഫഹ, അത് വിറ്റുകൊണ്ട് അയാൾ ജീവിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഫയകുഫുല്ലാഹു ബിഹാ വജ്ഹഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മുഖത്തെ സംരക്ഷിക്കുന്നതാണ്. ജനങ്ങളുടെ യാചനയിൽ നിന്നും അതുപോലെ ജനങ്ങളെ ആശ്രയിക്കുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വ്യക്തികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ്. ആളുകളുമായി ചോദിച്ച് അവരോട് ഇരന്ന് അവരുടെ സഹായങ്ങൾ തേടിക്കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഉത്തമം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ രീതിയിൽ തന്റെ അനുയായികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വളരെയേറെ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തന്റെ അനുയായികളുടെ കർമ്മശേഷിയെ പ്രയോജനപ്പെടുത്തുകയും അവരെയെല്ലാം അധ്വാനിക്കാനും ജോലിയെടുക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ വിഷയത്തിൽ വളരെയേറെ പ്രോത്സാഹനം നൽകിയ മറ്റൊരു കാര്യമാണ് കൃഷി എന്ന് പറയുന്നത്. കൃഷി യഥാർത്ഥത്തിൽ അവഗണിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു മേഖലയായിക്കൊണ്ട് ദീനുൽ ഇസ്ലാം കാണുന്നു. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ ഔദാര്യം മഴ, ആ മഴയും വെള്ളവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൃഷി ചെയ്യാൻ ഇസ്ലാമിക സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സറഅൻ ഫയഅകുലു മിൻഹു തൈറുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ. ഒരു മനുഷ്യൻ അവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃഷി ചെയ്യുകയാണ് എങ്കിൽ ആ കൃഷിയുടെ ഉൽപ്പന്നം, വിളവ് അത് കൊയ്യേണ്ട സമയമാകുമ്പോൾ അതിൽ നിന്ന് ഒരു പക്ഷി കൊത്തിയെടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കന്നുകാലി ഏതെങ്കിലും രീതിയിൽ അതിന് ഭക്ഷണമായിക്കൊണ്ട് അത് ഉപകരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ആഹാരമായിക്കൊണ്ട് അത് മാറുകയോ ചെയ്യുകയാണ് എങ്കിൽ അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അവന് പ്രതിഫലം ലഭിക്കുന്നതാണ്, സദഖയായിട്ട് പരിഗണിക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന കൃഷി, ആ കൃഷിയിൽ നിന്ന് അവന് ലഭിക്കുന്നതും അവന്റെ കുടുംബം ഭക്ഷിക്കുന്നതും അത് മുഖേന മനുഷ്യ സമൂഹത്തിൽ ആരെങ്കിലും പ്രയോജനമെടുക്കുന്നതും മാത്രമല്ല, അത് മനുഷ്യ സമൂഹത്തിൽ മാത്രമല്ല, കന്നുകാലികളോ അല്ലെങ്കിൽ ജീവജാലങ്ങളോ അതുമല്ലെങ്കിൽ പക്ഷി മൃഗങ്ങളോ ഏത് തന്നെ ആവട്ടെ ആർക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടോ അതൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യകരമായ കാര്യമായി കൊണ്ട് മാറുന്നു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. തന്റെ അനുയായികളിലും ഈ ചിന്ത വളർത്താൻ റസൂൽ തിരുമേനി വളരെയേറെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അബൂദർ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. നബിയുടെ ജീവിതത്തെ അനുകരിക്കുന്നതിലും നബിയുടെ നിർദ്ദേശങ്ങൾ പ്രയോഗവൽക്കരിക്കുന്നതിലുമൊക്കെ വളരെ ശ്രദ്ധിക്കാറുണ്ടായിരുന്ന ഒരു സഹാബിയായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു. അബൂദർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം അങ്ങനെ പല പ്രദേശങ്ങളിലെയും കറങ്ങി തിരിച്ചുകൊണ്ട് അദ്ദേഹം അവസാനമായി കൊണ്ട് സിറിയയിലായിരുന്നു താമസം. അങ്ങനെ സിറിയയിൽ താമസിക്കുന്ന വേളയിൽ ഒരിക്കൽ അദ്ദേഹം കാർഷികമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്, ഇങ്ങനെ കൃഷിപ്പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട ആളുകൾ ചോദിച്ചു, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിലും സഖാക്കളിലും പെട്ട നിങ്ങൾ ഈ കൃഷിയും ചെയ്തുകൊണ്ട് ഇവിടെ കൂടുകയാണോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ സഹാബിയാണ്, റസൂലുള്ളാഹിന്റെ അനുയായികളിലും അനുചരന്മാരിലും പെട്ട ഒരു വ്യക്തിയാണ്, നിങ്ങളിങ്ങനെ ഈ കൃഷിയുമായി കൊണ്ടൊക്കെ സമയം കളയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും പണികളും ഒക്കെ ഇല്ലേ? അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ചോദിച്ച വ്യക്തിയോട് പറയുകയാണ്, നീ ഒന്ന് സമാശ്വസിക്കുക, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ അവൻ കൃഷി ചെയ്യുകയാണ് എങ്കിൽ ആ കൃഷി മുഖേന നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ ആർക്കെല്ലാം എന്തെല്ലാം തരത്തിലുള്ള ഉപയോഗം കിട്ടുന്നുവോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുണ്യകർമ്മമായിട്ട് പരിഗണിക്കുകയും അതിന്റെ പ്രതിഫലം അവന് നൽകുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഈ കൃഷിയിൽ ഏർപ്പെടുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇസ്ലാം അതിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയെയും കൃഷിയെയും ഒക്കെ ഏതൊരു രൂപത്തിലാണ് അവരെ പരിഗണിക്കേണ്ടത് എന്നും പ്രയോജനപ്പെടുത്തേണ്ടത് എന്നും പഠിപ്പിക്കുന്നത് ഈ നബിവചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രസിദ്ധമായ ഒരു വചനം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഖിയാമത്ത് നാൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ലോകം ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ നിമിഷമല്ലെങ്കിൽ അടുത്ത നിമിഷം അത് നിങ്ങളെയും ബാധിക്കാൻ പോകുമെന്ന് ഉറപ്പായിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക.
ആ സന്ദർഭത്തിലാണ് ഒരാളുടെ കയ്യിൽ ഒരു വിത്ത് കിട്ടുന്നത് എങ്കിൽ പോലും അയാൾ ഈ ഖിയാമത്തിന് അയാളുടെ മേൽ സംഭവിക്കുന്നതിന് മുമ്പായി ഈ വിത്ത് നടാൻ അയാൾക്ക് സാധിക്കുകയാണ് എങ്കിൽ അതവൻ ചെയ്തു കൊള്ളട്ടെ, അതും അവന്റെ ഒരു പുണ്യകർമ്മമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എത്രത്തോളമാണ് ഒരു ധാന്യമണി ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒരു വിത്ത് കുഴിച്ചിടുന്നത് അതിനെ ഇസ്ലാം കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു ഭൂമി വെറുതെ ഇടുക, കൃഷിയോഗ്യമായ ഭൂമി വെറുതെ ഇടുക എന്ന് പറയുന്നത് ഇസ്ലാം ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ ഭൂമി ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ആളുകൾ അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ സഹാബിവര്യന്മാരുടെയും ഒക്കെ കാലഘട്ടങ്ങളിൽ ധാരാളമായി ഭൂമികൾ വെറുതെ കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും തന്നെ ഭൂമിയിൽ ധാരാളം സ്ഥലങ്ങൾ, 10,000-കണക്കിന് ഏക്കറുകളൊക്കെ വെറുതെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ വെറുതെ കിടന്നുകൊണ്ടാണല്ലോ കുത്തക മുതലാളിമാരും കുത്തക കമ്പനികളൊക്കെ വന്നുകൊണ്ട് അത് കയ്യേറുകയും അത് അവരുടേതായിട്ട് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് കൃഷി ചെയ്യാൻ സന്നദ്ധരായ ആളുകൾ, അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ആളുകൾ, അവർക്ക് വീതിച്ചു കൊടുക്കുകയും അവരെ അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് സംബന്ധമായി ഇസ്ലാം നൽകുന്ന നിർദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൻ അഹിയ അർളൻ മൈത്തൻ ഫഹിയ ലഹു എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. ആരെങ്കിലും ഒരു നിർജീവമായി കിടക്കുന്ന, കൃഷിക്ക് ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന ഒരു ഭൂമിയെ അത് കൃഷിയോഗ്യമാക്കി തീർത്താൽ ആ ഭൂമി അവന്റേതാണ് എന്നുള്ളതാണ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം. അപ്പോൾ അത് ഒരിക്കലും തന്നെ കൃഷി ചെയ്യാതെ കണ്ട് ഇങ്ങനെ വെറുതെ ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അത് സമൂഹത്തിന് എതിരാണ്, നാട്ടിനെതിരാണ്, അതുപോലെ ജനസമൂഹങ്ങളുടെ വിഭവങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിരിക്കുന്ന ആ വ്യവസ്ഥക്കെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരാളുടെ കൈവശമുള്ള ഭൂമി അയാൾ 2-3 കൊല്ലങ്ങളെ ഉപയോഗപ്പെടുത്താതെ കണ്ട് വെറുതെ ഇടുകയാണ് എങ്കിൽ അത് ഗവൺമെന്റ് കണ്ടുകെട്ടുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് കൂടി വളരെ പുരോഗമനപരമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യര് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കൃഷി ഭൂപരിഷ്കരണവും അതുപോലെയുള്ള നിയമങ്ങളുമൊക്കെ എത്രയോ കാലഘട്ടങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും ഒക്കെ വന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ മനുഷ്യ സമൂഹം അവർ അത് എത്തിച്ചേരുന്നത്. ആ എത്തിച്ചേർന്ന നിയമങ്ങളിൽ തന്നെ വീണ്ടും പുറകോട്ട് പോവുകയും അങ്ങനെ വീണ്ടും ആ പഴയ പടിയിലേക്ക് തന്നെ തിരിച്ചുപോക്ക് നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഓരോ കാലഘട്ടങ്ങൾ പിന്നിടുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ രംഗത്തെല്ലാം ഈ ഭൂമിയെ സംബന്ധിച്ചിടത്തോളവും കൃഷിയെ സംബന്ധിച്ചിടത്തോളവും കൃഷിയെ ഉപയോഗപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ മനുഷ്യ സമൂഹത്തിന് എത്ര കണ്ട് ആവശ്യമായ നിയമങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പൊതുവെ കൃഷിയോടും കാർഷികമായ പ്രവർത്തനങ്ങളോടുമൊക്കെ ഒരു വിമുഖത ഉണ്ടായിത്തീർന്നിരിക്കുന്നു. പല കാരണങ്ങളും അതിനുണ്ടായിരിക്കാം, പല കാരണങ്ങളും ന്യായവുമായിരിക്കാം. ഒരുപക്ഷെ കർഷകർക്ക് ഈ കൃഷി എന്ന് പറയുന്നത് ആദായകരമായ ഒരു കാര്യമായിരിക്കുകയില്ല, അല്ലെങ്കിൽ മുതലാകുന്ന ഒരു കാര്യമായിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ആ രംഗത്തേക്ക് കടക്കുന്നതിൽ നിന്ന് നമ്മുടെ യുവാക്കളും ചെറുപ്പക്കാരും അതുപോലെ പുതിയ തലമുറയും ഒക്കെ വിമുഖത കാണിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പലപ്പോഴും തന്നെ നമ്മളൊരു അല്പസമയം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. കാർഷികമായ രംഗത്ത് പല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യാനും നടപ്പിലാക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. അതിൽ ഒന്നാമതായി നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുക എന്നുള്ള, ഈ കൃഷി എന്ന് പറയുന്നതിന്റെ നേരെ ഉണ്ടാകുന്ന ഒരു വിമുഖതയും അതിന്റെ നേരെ ഉണ്ടാകുന്ന ഒരു അറപ്പും തീർച്ചയായും നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് കൃഷി എന്ന് പറയുന്നത് അത് ഒരു വളരെ താല്പര്യം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഇഷ്ടകരവുമായ ഒരു സംവിധാനമായിട്ടോ ഒരു പ്രവർത്തനമായിട്ടോ നമ്മൾ കാണേണ്ടതുണ്ട്. അങ്ങനെ ചില കൃഷികളെ സംബന്ധിച്ചിടത്തോളവും ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ആർക്കും ചെയ്യാവുന്ന തരത്തിലുള്ള പല കൃഷികളും പല ആളുകൾക്കും അവരുടെ വീടിലും അതുപോലെ തന്നെ വീടിന്റെ ചുറ്റുപാടുകളിലുമൊക്കെ കുറഞ്ഞോ അല്ലെങ്കിൽ ഏറിയോ തോതിലുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. ഈ സ്ഥലങ്ങളിലൊക്കെ അവരൊരൽപ്പം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ
അവരവരുടെ ജോലിയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടുണ്ടാകുന്ന അവരുടേതായ പ്രവർത്തനങ്ങളോ ഒക്കെ മാറ്റിവെക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്യാതെ തന്നെ അവർക്ക് കിട്ടുന്ന ഒഴിവു സമയങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നീക്കിവെക്കുകയാണ് എങ്കിൽ പലപ്പോഴും പല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഈ മായം ചേർത്ത പല വസ്തുക്കളെയും നമുക്ക് നിരാകരിക്കുവാനും അത് സഹായകമായി തീരും. അപ്പൊ അടുക്കളത്തോട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ഇപ്പോൾ ഈ മഴ വർഷിക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സ്ഥലങ്ങളും അതുപോലെ കൃഷികളും ഒക്കെ ധാരാളമായിട്ടുണ്ടായിരിക്കും. അതുപോലും ചെയ്യാതെ കണ്ട് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ കൃഷിയോട് പറ്റയുള്ള ഒരു അവഗണനയും ഒരു വൈമുഖ്യവും പ്രദർശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് യഥാർത്ഥത്തിൽ ശരിയായ ഒരു നിലപാടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി അതുകൊണ്ട് നമുക്ക് തന്നെ വേറെ തരത്തിലുള്ള ഹാനികരമായ രൂപത്തിലേക്ക് അത് കലാശിക്കും. ഈ എല്ലാ വിഭവങ്ങളെയും നമ്മൾ മാർക്കറ്റിനെ ആശ്രയിക്കുകയും മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ രൂപത്തിലുള്ള ഒരു സാഹചര്യം കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ്. വളരെ നിസ്സാരമായി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന പല വിഭവങ്ങളും പലപ്പോഴും തന്നെ ചില സന്ദർഭങ്ങളിൽ ചില പ്രദേശങ്ങളിൽ നിന്ന് വണ്ടികൾ വരുന്നത് തടയുകയോ അല്ലെങ്കിൽ വരാൻ സാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ കർഷകന്മാർ ഏതെങ്കിലും തരത്തിലുള്ള ചില ബഹിഷ്കരണങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ രാജ്യം മുഴുവൻ തന്നെ പട്ടിണി കിടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈയിടെയായി കേരള ഗവൺമെന്റും അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെന്റും ചില വെള്ളം നൽകുന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തെ മുഴുവൻ തന്നെ പട്ടിണിക്കിടാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് തമിഴ്നാട്ടിലെ ചില മന്ത്രിമാർ ഭീഷണിപ്പെടുത്തിയത് നമ്മൾ കാണുകയുണ്ടായി. ശരിയാണത്. കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളും അവിടെ നിന്നുള്ള കോഴികളും അവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് ഒഴുകുന്ന അരിയും ഒക്കെ നിൽക്കുകയാണ് എങ്കിൽ പിന്നെ ഈ കേരളീയരായ ആളുകളെ അവരുടെ ജീവിതം ദുസ്സഹമായിരിക്കും, അവർക്ക് ജീവിക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും. അപ്പൊ ഈ ഒരു സ്ഥിതിവിശേഷം നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുന്നതാണ്. അല്പമെങ്കിലും കുറെ ആളുകൾ ശ്രമിക്കുകയും ഈ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ഇത് വലിയൊരളവോളം അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. 25-30 ഒക്കെ രൂപ തക്കാളിക്ക് ഒരു കിലോ തക്കാളിക്ക് കൊടുക്കുന്ന അവസ്ഥയും സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ ഉള്ളി പോലെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് ഭീമമായ സംഖ്യകൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും കേരളീയരായ ആളുകളും കേരളീയരായ കർഷകരും കേരളത്തിൽ ഭൂമിയും സ്ഥലവും ഉള്ളവരുമായ ആളുകൾ അല്പം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അത് അവരുടെ തന്നെ നിത്യജീവിതത്തിന് സഹായകമായ ഒരു പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇമാറത്തുൽ അർള് എന്ന് പറയുന്ന ഒരു ചുമതല നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുണ്യം കിട്ടും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവലം യറൗ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളിൽ ജുറുസ് ഫനുഖ്രിജു ബിഹി സറഅൻ തഅകുലു മിൻഹു അൻആമുഹും വഅൻഫുസുഹും അഫലാ യുബ്സിറൂൻ. അവർ കാണുന്നില്ലേ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളിൽ ജുറുസ്, വിണ്ടുകീറിയ വളരെ ഊഷരമായ ഭൂമിയിലേക്ക് നാം വെള്ളത്തെ കൊണ്ടുവരുന്നത് അവർ കാണുന്നില്ലേ? ഈ ഭൂമിയിൽ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നും അതാകെ ഒരു പച്ചിപ്പും കാണാതെ കണ്ട് മുഴുവൻ ആകെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമി ഒരു മഴയോ 2 മഴയോ വർഷിക്കുന്നതോടുകൂടി മുഴുവൻ തന്നെ അതിലേക്ക് വെള്ളമിറങ്ങി അവിടെ ധാരാളക്കണക്കിൽ ഉൽപ്പന്നങ്ങളെ നാം ഉൽപ്പാദിപ്പിച്ച് കൊണ്ടിരിക്കുന്നത് അവർ കാണുന്നില്ലേ? ഫനുഖ്രിജു ബിഹി സറഅൻ തഅകുലു മിൻഹു അൻആമുഹും വഅൻഫുസുഹും. അവർക്ക് നാം ആവശ്യമായ കൃഷികൾ അവരതിൽ കൃഷി ചെയ്യുകയാണ് എങ്കിൽ നാം അവർക്ക് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നാണ് അവർ ഭക്ഷണം കഴിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ കാലികൾ തിന്നുന്നതും. ഇതൊന്നും തന്നെ അവർ കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ മനസ്സും ബുദ്ധിയും അതുപോലെ തന്നെ നമ്മുടെ കഴിവുകളുമൊക്കെ ഈ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന ഈ വിഭവങ്ങൾ കണ്ടെത്താനും അത് പ്രയോജനപ്പെടുത്താനും ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമ്മൾ ആദ്യമായി ഗ്രഹിക്കണം. മാത്രമല്ല ഇതിനെല്ലാം അല്ലാഹുവിന്റെ പുണ്യം നമുക്ക് ലഭിക്കും എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഈ 7 കാര്യങ്ങൾ ചെയ്താൽ മനുഷ്യന് അതിന്റെ പുണ്യം മരണാനന്തരവും അവന് ലഭിച്ചുകൊണ്ടിരിക്കും എന്നാണ് ആ നബിവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മൻ അല്ലമ ഇൽമൻ, ഒരാൾ ഒരു ഇൽമ് ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു നല്ല കാര്യം അല്ലെങ്കിൽ അവന്റെ പ്രയോജനപ്രദമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം അത് ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ തുടർച്ച എത്ര കാലത്തോളം ഉണ്ടാകുന്നുവോ അതനുസരിച്ച് അതിന്റെ പുണ്യം ഈ പഠിപ്പിച്ച വ്യക്തിക്ക് ലഭിക്കുന്നതാണ്. ഔ ഖറ നെഹ്റൻ, അല്ലെങ്കിൽ ഒരു പുഴ ഒഴുക്കിയാൽ
ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു ജലാശയമോ ഒക്കെ ഒഴുക്കി കൊടുക്കുകയും അത് മുഖേന ആളുകൾക്ക് കൃഷി ചെയ്യുവാനും അതുപോലെ ജലസേചനത്തിനുമൊക്കെ പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ പുണ്യവും അവന് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ ഹഫറ ബിറൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു, ആളുകൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കിണർ കുഴിച്ചു കൊടുത്തു. അങ്ങനെ ആ കിണർ കുഴിക്കുകയും അതിൽ നിന്ന് ആളുകൾ പ്രയോജനം എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അതിന്റെ പുണ്യം അയാളുടെ മരണാനന്തരവും അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ ഗറസ നഖലൻ, അല്ലെങ്കിൽ ഒരു ഈത്തപ്പന ഒരാൾ കൃഷി ചെയ്തു. ഈത്തപ്പന എന്ന് പറയുന്നത് അറേബ്യയുടെ സാഹചര്യത്തിൽ ആ രൂപത്തിലുള്ള ഒരു ആളുകൾക്കെല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു വൃക്ഷമാണ്. നമ്മുടെ നാട്ടിൽ ഈത്തപ്പനയായിരിക്കില്ല നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു തെങ്ങോ അതുപോലെയുള്ള ഏതെങ്കിലും ഫലവൃക്ഷമോ ആയിരിക്കും അതിന്റെ സ്ഥാനത്തുണ്ടാവുക. ആ രൂപത്തിലുള്ള ഒരു ഫലവൃക്ഷം ഒരാൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് നിലനിൽക്കുന്നിടത്തോളം കാലം അതിന്റെ വിഭവങ്ങളും അതുപോലെ തന്നെ അതിന്റെ നേട്ടങ്ങളും അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ കനികളുമൊക്കെ അവന്റെ കുടുംബമാണ് കഴിക്കുന്നത് എങ്കിൽ പോലും ഇത് സമൂഹത്തിന് മൊത്തത്തിൽ ഉപകരിക്കും എന്നുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും അവന്റെ പ്രതിഫലവും അവന് ലഭിക്കും. ഔ ബനാ മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മിക്കുകയാണ് എങ്കിൽ ആ പള്ളിയുടെ പുണ്യം അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ അറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ ഒരു മുസ്ഹഫ് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്തത് എങ്കിൽ ആ മുസ്ഹഫ് ഓതുവാനും അത് പഠിക്കുവാനും അത് പ്രയോജനപ്പെടുത്തുവാനും അവന് സാധിക്കുന്നിടത്തോളം കാലം അതിന്റെ പുണ്യം അവന് ലഭിച്ചുകൊണ്ടിരിക്കും. ഔ തറക്ക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, അല്ലെങ്കിൽ അയാളുടെ മരണത്തിന് ശേഷവും അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന, പൊറുക്കലിനെ തേടുന്ന ഒരു മകൻ, ആ മകൻ ഉണ്ടാവുകയാണെങ്കിൽ ആ മകൻ ഈ പിതാവിന് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടുന്നിടത്തോളം കാലം അവന്റെ പ്രതിഫലം, അതിന്റെ പുണ്യവും അതിന്റെ നേട്ടവും ഈ പിതാവിന് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ പുണ്യകരമായ കർമ്മങ്ങളാണ് നമ്മുടെ ഈ ഭൗതികമായ കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യുന്ന നമ്മുടെ കാർഷിക വൃത്തികളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു യഥാർത്ഥ സത്യവിശ്വാസി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അവന്റെ പുണ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിർവഹിക്കുമ്പോൾ അത് അവനൊരു ഇബാദത്തായിട്ട് മാറുകയും പുണ്യമായി കൊണ്ട് മാറുകയും നാളെ പരലോകത്തിൽ അവന്റെ തുലാസിൽ അത് ഖനം തൂങ്ങുകയും ചെയ്യുന്ന ഒരു വസ്തുവായിട്ട് മാറുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ തീർച്ചയായും നമുക്ക് ബോധമുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സ്ഥാനവും കൂടുതൽ പ്രാധാന്യവും കൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.